ഓം ശാന്തി. ഞാൻ ത്രിമൂർത്തി ശിവപിതാവിൻ്റെ കുട്ടിയാണ്. അതിനാൽ എനിക്ക് സ്ഥാപന, പാലന, വിനാശം ഈ 3 കർത്തവ്യങ്ങളുടെയും ഓർമ്മയുണ്ടാകുന്നു. മനുഷ്യർ ഇത് മാനിച്ചു വന്നു. ശിവനും ശങ്കരനും ഒരു ദേവതയാണ്, പേര് 2 മാത്രമാണെന്നും. വാസ്തവത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ ഇത് 3 ഒരു ഭഗവാന്റെ കർത്തവ്യവാചക പേരാണ്. എന്നുവെച്ചാൽ പരമാത്മാവ് തന്നെ ഈ 3 രൂപങ്ങളും ധാരണ ചെയ്ത് 3 കർത്തവ്യങ്ങളും ചെയ്യുന്നു. അതിനാൽ ഈ 3 പേരിലും പ്രസിദ്ധമാണ്. അതുകൊണ്ട് മനുഷ്യർ 3 ദേവതകളെയും ഭഗവാനായി അംഗീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ സ്വയം ഭഗവാന്റെ രൂപങ്ങളാണ്. എന്നാലും അല്പം ചിന്തിച്ചു നോക്കുമ്പോൾ ശിവനും ശങ്കരനും ഒരു ദേവതയുടെ 2 പേരാണെങ്കിൽ ശിവന്റെ പ്രതിമ ശിവലിംഗത്തിന്റെ രൂപത്തിലാണ്, ശങ്കരന്റെ പ്രതിമ ദേവാകാരത്തിലാണ്. 2 വ്യത്യസ്ത രൂപത്തിലാണ്. ശിവ അവതരണത്തിന്റെ ഉത്സവം സദാശിവരാത്രി എന്ന് പറയുന്നു, ശങ്കർ രാത്രി എന്ന് പറയുന്നില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, ശിവൻ ഇവരുടെ വേറെ വേറെ പ്രതിമ കിട്ടുന്നു. അവരുടെ ധാമത്തിന്റെ വ്യത്യസ്തമായ സാക്ഷാത്കാരമുണ്ടാകുന്നു. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു 3 ദേവതകളും വ്യത്യസ്തമാണ്. സ്വയം ജ്ഞാനസാഗരൻ പരംപിത പരമാത്മാവ് പറയുന്നു, ശിവനും ശങ്കരനും തമ്മിൽ മഹാനന്തരമാണ്. ശിവൻ ജ്യോതിബിന്ദു നിരാകാർ പരമാത്മാവിന്റെ നാമമാണ്. ശങ്കരൻ സൂക്ഷ്മ ആകാരി ദേവതയുടെ പേരാണ്. അവരിലൂടെ കലിയുഗി സൃഷ്ടിയുടെ മഹാവിനാശം നടക്കുന്നു. ശിവപരമാത്മാവ് പറയുന്നു, ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ ഇതെന്റെ പേരല്ല. ഞാൻ ഈ ദേവതകളുടെ രൂപം ധാരണ ചെയ്യുന്നില്ല. എന്നാൽ ഈ 3 പേരും വ്യത്യസ്ത സ്ഥാനത്തിലിരിക്കുന്നു. ബാബ ഇവരിലൂടെ പവിത്രത, സുഖം, ശാന്തിയുടെ വരദാനം നൽകുന്നു. ബാബയുടെ പാർട്ടിൽ
ഈ 3 പേരുടെയും പാർട്ട് ചേർത്തിരിക്കുന്നു. അതിനാൽ ലോകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ ദേവതകളും പരമാത്മാവിൻ്റെ രൂപമാണ്, അഥവാ സ്വയം പരമാത്മാ ഈ 3 രൂപങ്ങളും ധാരണ ചെയ്തിരിക്കുന്നുവെന്ന്. ശങ്കരനെ യോഗസ്ഥ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ നിന്നു സ്പഷ്ടമാണ് ശങ്കരനിൽ നിന്നും സർവോಚ್ಚ നിരാകാരി സ്വരൂപം വേറെയാണ്. സർവശക്തിവാൻ ബാബ മനസ്സിലാക്കി തരുന്നു, മനുഷ്യാത്മാക്കൾക്ക് രചനയുടെയും രചയിതാവിൻ്റെയും ഭേദത്തെ അറിഞ്ഞ് സംബന്ധം ഒരു ത്രിമൂർത്തി പരമാത്മാ ശിവനോട് ചേർക്കണം. ദേഹാഭിമാനത്തിൻ്റെ കടുത്ത അസുഖം പിടിപെടുമ്പോൾ പരസ്പരം അസൂയ ഉണ്ടാകുന്നു, മായ ചതിക്കുന്നു, പുരുഷാർത്ഥം തണുത്തു പോകുന്നു. ശുദ്ധ ഹൃദയമില്ലാത്തത് കാരണം ബാബയ്ക്ക് പ്രിയപ്പെട്ടവരാകാൻ സാധ്യമല്ല, മൂഡ് ഓഫ് ആയി പോകുന്നു. ഞാൻ യോഗബലത്തിലൂടെ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. പതിതമായ ആത്മാവ് പാവനമാകുന്നതിന് യോഗം ചെയ്യുന്നു. ഞാൻ ബുദ്ധിയിൽ ഓർമ്മിക്കുന്നു, ഞാൻ പവിത്രമായ രാജ്യം ഭരിക്കുന്നു. ഈ പരിധിയില്ലാത്ത പഠിപ്പിന്റെ ഫലം പുതിയ ലോകത്തിൽ ലഭിക്കുന്നു. ഞാൻ പവിത്രമാകുമ്പോൾ അപവിത്ര ലോകം നശിക്കും. ഓരോന്നിനും ഈശ്വരീയ ശക്തി വേണം. ഇതാണ് യോഗബലത്തിൻ്റെ ശക്തി. ബാക്കിയെല്ലാം ഭൗതിക ശക്തിയാണ്. ബാബ കുട്ടികളുടെ സേവകനാണ്. കുട്ടികളും പറയുന്നു, ഞങ്ങളും സേവകരാണ്. ബാബ എൻ്റെ മംഗളം ചെയ്യുന്നു, ഞാൻ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യുന്നു. ഞാൻ സേവനം ചെയ്യാൻ നിമിത്തമായിരിക്കുന്നു. ഞാനിപ്പോൾ ഈശ്വരീയ ലഹരിയിലുള്ളതാണ്. ബാബ തരുന്ന നിർദ്ദേശങ്ങളെല്ലാം വളരെ എളുപ്പമുള്ളതാണ്. ഞാനിപ്പോൾ ഈശ്വരീയ ലഹരിയിലിരിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് സദോ പ്രധാനമാകും. വിശ്വത്തിൻ്റെ അധികാരിയാകും. ഓരോ നിമിഷവും ബാബയെ ഓർമ്മിക്കുന്നു. ശുദ്ധ ഹൃദയമുള്ളവനായി ബാബയുടെ ഹൃദയത്തിലിരിക്കുന്നു. പിണങ്ങുന്ന സ്വഭാവമില്ല. ഞാൻ ബാബയുടെ ശ്രീമതമനുസരിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവ് ശുദ്ധമാകില്ല. ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ദേഹാഭിമാനം വരുമ്പോൾ ക്ഷീണിച്ചു പോകുന്നു. അവസ്ഥ ഉയരുന്നതനുസരിച്ച് സന്തുഷ്ടരും ഹർഷിതമുഖമുള്ളവരുമാകുന്നു. എൻ്റെ പെരുമാറ്റം ഞാൻ ചെക്ക് ചെയ്യുന്നു, ദൈവികമാണോ ആസുരീയമാണോ എന്ന്. പ്രഭുവിൻ്റെ ലഹരിയിൽ ഞാൻ സ്വയം സ്വതന്ത്രമാകുന്നു.
ഒരു ബന്ധനത്തിലും കുടുങ്ങില്ല. മനസ്സിൽ ചെകുത്താന്റെ ചിന്തയുണ്ടാകില്ല. ഞാൻ ബാബ നൽകുന്ന അളവില്ലാത്ത സന്തോഷത്തിലിരിക്കുന്നു. സംശയ ബുദ്ധിയുള്ളവരായി ക്ഷീണിച്ചു പോകുന്നില്ല. പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുന്നു. ഞാൻ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സദാ ജാഗ്രതയുള്ളവരായി ഇരുന്നു കൊണ്ട് സർവരുടെയും ആശകളെ പൂർത്തീകരിക്കുന്ന മാസ്റ്റർ മുക്തി, ജീവൻ മുക്തി ദാതാവായി ഭവിക്കൂ. ഞാൻ എൻ്റെ ശക്തിശാലി സദോ പ്രധാന വൈബ്രേഷനിലൂടെ പ്രകൃതിയുടെയും മഹാത്മാക്കളുടെയും മനോവൃത്തികളെ പരിവർത്തനപ്പെടുത്തുന്നു. മാസ്റ്റർ ദാതാവായി ഓരോ ആത്മാക്കളുടെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് അവർക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ദാനം നൽകുന്നു. ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മ എന്നെ സദാ ജാഗ്രതയുള്ളവരാക്കുന്നു. മുരളീധരന്റെ മുരളീനാദത്തിൽ ശരീരത്തെ പോലും പാടെ മറക്കുന്നവരാണ് സത്യമായ ഗോപികമാർ. ഓം ശാന്തി.